ഫസ്റ്റ് ടൈം അല്ലേ ട്രൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ ഐറ്റം എന്ന്. യെസ്, അറബിക് കുനാഫ ഡെസേർട്ട്. അപ്പോൾ സേമിയ മെൽറ്റഡ് ബട്ടറിൽ മിക്സ് ചെയ്ത് വെച്ചു. ദെൻ ക്രീം ബേസ് ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. 1 സ്പൂൺ കോൺഫ്ലവറിലേക്ക് 2 സ്പൂൺ ഷുഗറും പാല്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് എമി ഒന്ന് എണീറ്റായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ഫ്ലോപ്പിംഗ് ഉണ്ട്. അപ്പം മൊത്തത്തിൽ 3 ഫ്ലോപ്പ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ സേമിയ ഫസ്റ്റ് ലെയർ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ക്രീം ബേസിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നത്. കണ്ടില്ല അവസ്ഥ. അപ്പം വീട്ടിൽ ഞാൻ പാലൊക്കെ ചേർത്ത് ലൂസാക്കി ഇപ്പോൾ ക്രീം ബേസ് ഞാൻ കൊടുത്തു, ലെയർ കൊടുത്തു. കുറച്ച് ഗ്ലാമറിന് വേണ്ടി ഞാൻ നട്ട്സ് പൗഡറും ചോക്ലേറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഞാൻ ചീസ്, സ്ലൈസ് ചീസാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. മൊസല്ല ചീസ് കിട്ടിയില്ല. അപ്പോൾ ആൾ കൈയിട്ട് വരാനുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചീസിൻ്റെ മുകളിലൊക്കെ നമ്മൾ വീണ്ടും സേമിയ ഇടുവാണ്. അപ്പോൾ സേമിയ ഇട്ട് ഔട്ടർ ലെയർ സെറ്റാക്കി. അപ്പോൾ മറ്റേ നമ്മുടെ നട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നട്ട്സും ചോക്ലേറ്റൊക്കെ വേണ്ടവർക്ക് ഇട്ടാൽ മതി, അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ 1 സൈഡ് ഞാൻ കുക്കാക്കി ഒന്ന് ഫ്ലിപ്പാക്കാൻ നോക്കിയതാണ്, ശരിക്കും ഫ്ലോപ്പായിപ്പോയി. അതായത് ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി. ചിലർ ഈ ഷുഗർ സിറപ്പിൽ ലൈം ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ ആഡ് ചെയ്തില്ല. ജസ്റ്റ് പഞ്ചസാരയും ഏലക്കയും വെള്ളവും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ 3ാമത്തെ ഫ്ലോപ്പാണിത്. ഞാൻ ഡെക്കറേറ്റ് ചെയ്തത് പാനിൽ തന്നെ. അപ്പോൾ മൊത്തം 3 ഫ്ലോപ്പിംഗാണ് ഈ കുനാഫയിൽ വന്നിരിക്കുന്നത്. അപ്പം പക്ഷേ ഫ്ലോപ്പിംഗ് ആയാലും പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്. മസ്റ്റ് ട്രൈ ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്യണേ.